ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഓരോ നിമിഷം കഴിയുന്തോറും ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു ദേവസ്വം കമ്മീഷണർ കൂടി അകത്താകുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തിയെ കൂടി അറസ്റ്റ് ചെയ്യാൻ SIT ഒരു നീക്കം നടത്തുന്നു. ഇതിനിടയിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള പ്രശാന്തന്റെ കസേര അടക്കം തെറിച്ചു എന്നുള്ള വാർത്തകളും ലഭ്യമാകുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരും. ഇതൊരു അയ്യപ്പ കോപമല്ല, ഇതൊരു പ്രതികാര നടപടി തന്നെയാണ്. ഇത്രയും നാൾ അയ്യപ്പനെ കട്ടുമോഷ്ടിച്ചതിന്റെ, ദേവന്റെ സ്വത്തുക്കളും മറ്റുമൊക്കെ അപഹരിച്ചതിന്റെ ശക്തമായ ഉഗ്രകോപം തന്നെയാണ് ഇനി CPM-നെ വേട്ടയാടാൻ പോകുന്നത്. ആ ഒരു ഉഗ്രകോപത്തിൽ CPM തന്നെ എരിഞ്ഞടങ്ങുമെന്നാണ് നിരവധി ഭക്തർ ഇതിനോടകം തന്നെ കുറിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നതിന് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കുമെന്നാണ് സൂചന. ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് സംബന്ധിച്ച SIT-ക്ക് കൃത്യമായ തെളിവ് കിട്ടിയിട്ടുണ്ട്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെ മുന്നോട്ട് കടക്കുന്നത്. സ്വർണം കൊടുത്തുവിട്ട സമയത്ത് ദേവസ്വം കമ്മീഷണറുടെ ചുമതല വഹിച്ചിരുന്നത് ആരായിരുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തി. അദ്ദേഹത്തിന്റെ പേര് കൂടി പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ ശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക. ഹൈക്കോടതിയിൽ ഇന്ന് റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുന്നേ തലേന്ന് രാത്രി പ്രധാനപ്പെട്ട വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ SIT ഒരു നീക്കം നടത്തിയെങ്കിലും ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം അവസാന നിമിഷം അത് ഒഴിവാക്കി. ഇനി ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് മുന്നോട്ട് നീങ്ങും. ഇതിനിടയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും PS പ്രശാന്തിനെ മാറ്റുമെന്ന കാര്യത്തിലും തീരുമാനമായി കഴിഞ്ഞു. പ്രശാന്തിന് നേരത്തെ കാലാവധി നീട്ടിക്കൊടുക്കും എന്നുള്ള ഒരു സൂചന നൽകിയിരുന്നു. പക്ഷേ നൽകേണ്ടതില്ല എന്ന് കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതി വിധി പ്രകാരം തീരുമാനിച്ചു. മുൻ MP കൂടിയായിട്ടുള്ള സമ്പത്തിനെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് എന്ന് കൂടി ഒരു വാർത്ത പുറത്തു വരുന്നുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ CPM CPI നേതൃത്വം തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നും പുറത്തു വരുന്ന വിവരമുണ്ട്. അതുകൂടാതെ മറ്റൊരു പേര് കൂടി പറയുന്നു, TK ദേവകുമാർ പ്രസിഡന്റ് ആയിരിക്കുമെന്നും സൂചനകൾ പറയുന്നുണ്ട്. ഹരിപ്പാട് മുൻ MLA-യും CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗവും കൂടിയാണ് അദ്ദേഹം. നിലവിൽ കയർഫെഡിന്റെ പ്രസിഡന്റ് കൂടിയാണ് ദേവകുമാർ. നാളെ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും. സ്വർണ്ണപ്പാളി വിവാദം അടക്കം നിലനിൽക്കുന്ന പല സാഹചര്യങ്ങളിലും PS പ്രശാന്ത് അടക്കമുള്ള നിലവിലെ ഭരണസമിതിക്ക് തുടർ ഭരണം നൽകേണ്ടതില്ല എന്ന തീരുമാനമെടുത്തിരുന്നു. ഓർഡിനൻസ് ഇറങ്ങി 1 വർഷം കൂടി ഇതേ ഭരണസമിതി തുടരട്ടെ എന്നായിരുന്നു 2 ദിവസങ്ങൾക്ക് മുൻപ് വരെ CPM-ന്റെയും CPI-യുടെയും തീരുമാനം. എന്നാൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിൽ ഇപ്പോഴത്തെ ഭരണസമിതിയെ കൂടി പ്രതിസ്ഥാനത്ത് കാണുന്ന ഒരു സാഹചര്യമുണ്ടായി. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരുന്നു. ഏതാനും ദിവസങ്ങൾ മാത്രം ഇനി ബാക്കി. ഈ ഘട്ടത്തിൽ ഭരണസമിതിയെ നിലനിർത്തി കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടിയാകും. അതുകൊണ്ട് അത് ശരിയല്ല എന്ന തീരുമാനത്തിന് അടിസ്ഥാനത്തിലാണ് CPM നേതൃത്വം മറ്റൊരു തീരുമാനത്തിലേക്ക് കടന്നത്. കാലാവധി നീട്ടാൻ ഓർഡിനൻസ് കൊണ്ടുവരാൻ ആലോചിച്ചെങ്കിൽ പോലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ ബോർഡിനെ അടക്കം പ്രതിക്കൂട്ടിലാക്കുന്ന പലവിധ വീക്ഷണങ്ങൾ കഴിഞ്ഞ ദിവസം അക്കമിട്ട് ഹൈക്കോടതി വീണ്ടും പറഞ്ഞിരുന്നു. അതോടെ പിന്മാറുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും തന്നെ മുന്നിലില്ലായിരുന്നു. K രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ PA കൂടിയായിരുന്നു സമ്പത്ത്. അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന്റെ പേര് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത്. ദേവസ്വം ബോർഡിലെ CPI പ്രതിനിധിയായി വിളപ്പിൽ രാധാകൃഷ്ണനെ പരിഗണിക്കുന്നതിനുള്ള വിവരവും കിട്ടുന്നുണ്ട്. CPI സംസ്ഥാന കൗൺസിൽ അംഗവും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമാണ് വിളപ്പിൽ രാധാകൃഷ്ണൻ. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പുതിയ ഭരണസമിതിയെ നിശ്ചയിക്കും. ഇപ്പോഴുള്ള ഭരണസമിതിയുടെ അവസാന യോഗം എന്നാണ് എന്നുള്ളത് തീരുമാനിക്കുക. ദ്വാരപാലക ശില്പങ്ങളുടെയും കട്ടിളപ്പാളിയുടെയും സ്വർണം കവർന്നതിനാൽ 2 കേസുകളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസുകളിൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. പ്രതിപട്ടികയിലുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരായിട്ടുള്ള മുരാരി ബാബു, സുധീഷ് കുമാറും അറസ്റ്റിലായിട്ടുണ്ട്. മറ്റാരൊക്കെയാണ് അറസ്റ്റ് ചെയ്യുമെന്ന കാര്യത്തിൽ അന്വേഷണ സംഘം ഇപ്പോൾ തന്നെ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അതിന്റെ ചില സാങ്കേതിക വശങ്ങൾ കൂടി തന്നെയാണ് പരിശോധിക്കുന്നത്. കട്ടിളപ്പടി കേസിൽ 3 മുതലുള്ള പ്രതികൾ അന്നത്തെ ദേവസ്വം ഉദ്യോഗസ്ഥരാണ്. 3-ാം പ്രതി അന്നത്തെ ദേവസ്വം കമ്മീഷണറും 4-ാം പ്രതി തിരുവാഭരണ കമ്മീഷണറുമാണ്. എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരും 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളും പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പരിഗണനയിലെത്തിയപ്പോൾ നിലവിലെ ദേവസ്വം ബോർഡിന്റെ രൂക്ഷമായ വിമർശനം ഹൈക്കോടതി ഉയർത്തിക്കാട്ടിയിരുന്നു. ജൂലൈ 28 വരെയുള്ള മിനിറ്റ്സ് ക്രമരഹിതമാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. സെപ്റ്റംബറിൽ ദ്വാരപാലകപ്പാളി കൊണ്ടുപോയ സമയത്തും മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തുന്നതിൽ വീഴ്ച വരുത്തിയിരുന്നു. എന്ത് മറച്ചു പിടിക്കാനാണ് ദ്വാരപാല ശില്പങ്ങളും വാതിലിന്റെ പകർപ്പ് സൃഷ്ടിക്കാൻ അളവെടുക്കാൻ നന്ദൻ എന്ന ഒരു ആശാരിയെ പോറ്റിയായിരുന്നു നിയോഗിച്ചത്. ദ്വാരപാലക ശില്പങ്ങളുടെയും വാതിൽപ്പാളിയും ഒക്കെ ഇളക്കി മാറ്റിയിരുന്നു. അന്ന് ആ അളവെടുത്ത് നട തുറന്നിരുന്ന സമയത്ത് മേൽശാന്തിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ അളവെടുപ്പ്. ഇതിന് ദേവസ്വം ബോർഡ് രേഖാമൂലമുള്ള അനുമതി കൊടുത്തിട്ട് പോലുമില്ലായിരുന്നു. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റി തമ്മിലുള്ള ആ ഒരു ബന്ധം
ഇടപെടൽ തന്നെയാണ് ഇതിനൊക്കെ സംശയാസ്പദമായി മാറുന്നത്. ഇത് വിശ്വസനീയമല്ലാത്ത പോറ്റിയെ ദേവസ്വം ഉദ്യോഗസ്ഥർ എന്തിനെ ഏൽപ്പിച്ചു എന്നുള്ള ചോദ്യം ന്യായമായി ഹൈക്കോടതി ഉയർത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം റാന്നി കോടതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് SIT സംഘം അപേക്ഷ നൽകിയ ദേവസ്വം കമ്മീഷന്റെ ജീവനക്കാരുടെയും അംഗങ്ങളുടെയും പങ്ക് വളരെ വ്യക്തമാണ്. ശ്രീകോവിൽ വാതിൽ കട്ടളയിൽ പതിച്ചിരുന്ന സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ ഒഴിവാക്കി ചെമ്പുപാളികൾ എന്ന് മാത്രമാക്കി 2010 മാർച്ച് 19 ദേവസ്വം കമ്മീഷണർ ആയിരുന്ന 3-ാം പ്രതി ശുപാർശ അനുസരിച്ച് 42.10 കിലോ തൂക്കമുള്ള പാളികൾ അനധികൃതമായി 2019 മെയ് 18 ഇളക്കിയെടുത്ത് 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടു എന്നാണ് കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നത്. എൻ വാസു പിടിയിലായാൽ അത് വലിയ രീതിയിലുള്ള കാര്യങ്ങൾക്ക് വഴിതെളിക്കും. കാരണം എൻ വാസുവിന് ഗോഡ്ഫാദർ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. SITക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. SIT ഉദ്യോഗസ്ഥർ സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഗൂഢാലോചന ഉറവിടം AKG സെന്ററും സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ രാജ്യാന്തര റാക്കറ്റുമെന്നുള്ള ഹൈക്കോടതിയുടെ നിരീക്ഷണമടക്കം ഏറെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, ഇതിന് പിന്നിൽ എൻ വാസു ആയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രത്യേക താല്പര്യം കൊണ്ടാണ്. എന്തുകൊണ്ടാണ് എൻ വാസുവിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തത്? യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടാൻ അണിയറയിൽ തന്നെ ഒരു നീക്കം നടക്കുന്നതെന്നാണ് BJP നേതാവ് MD രമേശ് അടക്കം ഇക്കാര്യത്തിൽ ആരോപിക്കുന്നത്. മാത്രമല്ല, ഈ വലിയ അയ്യപ്പ ഭക്തർ 1 കോടി അയ്യപ്പ ഭക്തരുടെ ഒപ്പ് ശേഖരിക്കുമെന്നാണ് BJP ജനറൽ സെക്രട്ടറി MD രമേശ് പറയുന്നത്. അതായത് ഈ ഭീമമായ ഒരു ഹർജി പ്രധാനമന്ത്രിക്ക് അയക്കുമെന്നും CBI അന്വേഷണം ആവശ്യപ്പെടണം എന്നുള്ള ഒരു കത്തായിരിക്കും, ഒരു ഭീമമായ ഹർജിയായിരിക്കും പ്രധാനമന്ത്രിക്ക് അയക്കുക എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷിക്കണം. കാരണം രാജ്യാന്തര ഈ വിഗ്രഹ കടത്ത് റാക്കറ്റ് ഇതിൽ പെട്ടിട്ടുള്ളത് കൊണ്ട് ഇന്റർപോൾ അടക്കം അന്വേഷിക്കണം എന്നുള്ള ഒരു ആവശ്യം ഭക്തർ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എന്താകും ഇനി സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്? കാരണം SITയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിമിതികളുണ്ട്. എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ കാലതാമസം എടുക്കുന്നു. ഇനി പ്രശാന്തിൻ്റെ കാര്യത്തിൽ പോലും പ്രശാന്തും വാസു അടക്കം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരാണ്, മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളുകളാണ്. അപ്പോൾ ഇവരുടെയൊക്കെ അടുത്തേക്ക് SITക്ക് എത്തുക എന്ന് പറയുന്നത് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിമിതികളെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അവർ അറസ്റ്റ് വൈകിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കേന്ദ്രം ഏതെങ്കിലും ഏജൻസി CBIയോ അത്തരത്തിൽ ഏതെങ്കിലും ഏജൻസി ഇത് അന്വേഷിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഭക്തർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ 1 കോടിയിലധികം ഭക്തർ ഭീമമായ ഹർജിയുമായി പ്രധാനമന്ത്രിക്ക് ഒരു ഹർജി നൽകുമ്പോൾ അല്ലെങ്കിൽ ഒപ്പ് ശേഖരണം നടത്തി അയക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള ചർച്ചകളുണ്ടാകും. സ്വാഭാവികമായും അയ്യപ്പൻ്റെ സ്വർണം കട്ടവർക്ക് അതിൻ്റെ കൃത്യമായ മറുപടി ലഭിക്കുക തന്നെ ചെയ്യും.